ഹായ് ഫ്രണ്ട്സ്, SBS ടോക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് വരുന്നത് കേരള നദികളെ കുറിച്ചാണ്. കേരളം നദികൾ. കേരളത്തിൽ എത്ര നദികളുണ്ട്? 44. കേരളത്തിൽ എത്ര നദികളുണ്ട്? 44. കേരളത്തിലെ ഏറ്റവും വലിയ നദി അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? പെരിയാറ്. കേരളത്തിലെ ഏറ്റവും വലിയ നദി അല്ലെങ്കിൽ ഏറ്റവും നീളം കൂടിയ നദി ഏത്? പെരിയാറ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഏത്? ഭാരതപ്പുഴ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് ഭാരതപ്പുഴ. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏത്? മഞ്ചേശ്വരം നദി. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദിയാണ് മഞ്ചേശ്വരം നദി. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദി ഏത്? മഞ്ചേശ്വരം നദി. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദിയാണ് മഞ്ചേശ്വരം നദി. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏത്? നെയ്യാറ്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദിയാണ് നെയ്യാറ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഉള്ള നാടേത്? കാസർഗോഡ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള നാടാണ് കാസർഗോഡ്. കടലിൽ പതിക്കുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദി ഏത്? രാമപുരം നദി. കടലിൽ പതിക്കുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദിയാണ് രാമപുരം നദി. കോട്ടയം നഗരം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏത്? മീനച്ചില. കോട്ടയം നഗരം സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് മീനച്ചില. കേരളത്തിന്റെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി ഏത്? കുറ്റ്യാടിപ്പുഴ. കേരളത്തിന്റെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദിയാണ് കുറ്റ്യാടിപ്പുഴ. കർണാടകയിൽ നിന്നും ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന നദിയാണ് വളപട്ടണം നദി. കർണാടകയിൽ നിന്നും ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന നദിയാണ് വളപട്ടണം നദി. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏത്? ചീങ്കണ്ണിപ്പുഴ. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ചീങ്കണ്ണിപ്പുഴ. അരുവിക്കര, പേപ്പാറ ഡാമുകൾ സ്ഥിതി ചെയ്യുന്ന നദി ഏത്? കരമനയാർ, തിരുവനന്തപുരം. അരുവിക്കര, പേപ്പാറ ഡാമുകൾ സ്ഥിതി ചെയ്യുന്ന നദിയാണ് കരമനയാർ, തിരുവനന്തപുരം. മൂന്നാറിൽ സംഗമിക്കുന്ന നദികൾ ഏതെല്ലാം? കുണ്ടള, നല്ലതണ്ണി, മുതിരപ്പുഴ. മൂന്നാറിൽ സംഗമിക്കുന്ന നദികളാണ് കുണ്ടള, നല്ലതണ്ണി, മുതിരപ്പുഴ. ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി ഏത്? മയ്യഴിപ്പുഴ. ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദിയാണ് മയ്യഴിപ്പുഴ. കേരളത്തിലെ നദികൾ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? പശ്ചിമഘട്ടത്തിൽ നിന്ന്. കേരളത്തിലെ നദികൾ ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്നാണ്. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? അയിരൂർ പുഴ. 17 കിലോമീറ്റർ ആണ്. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് അയിരൂർ പുഴ, 17 കിലോമീറ്റർ. അച്ഛൻ കോവിലാർ പമ്പാ നദിയുമായി ചേരുന്ന സ്ഥലമേത്? വിയ്യപുരം. അച്ഛൻ കോവിലാർ പമ്പാ നദിയുമായി ചേരുന്ന സ്ഥലമാണ് വിയ്യപുരം. ആറന്മുളയിലെ കേരള വാസ്തുവിദ്യാ ഗുരുകുലം സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? പമ്പാ നദി. ആറന്മുളയിലെ കേരള വാസ്തുവിദ്യാ ഗുരുകുലം സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? പമ്പാ നദി. മയ്യഴിപ്പുഴ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? പശ്ചിമഘട്ടത്തിലെ വയനാടൻ കുന്നുകളിൽ നിന്നാണ്. മയ്യഴിപ്പുഴ ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിലെ വയനാടൻ കുന്നുകളിൽ നിന്നാണ്. പുതുച്ചേരിയുടെ ഭാഗമായ മയ്യഴി അല്ലെങ്കിൽ മാഹിയിലൂടെ ഒഴുകുന്ന നദി ഏത്? മയ്യഴിപ്പുഴ അല്ലെങ്കിൽ മാഹിപ്പുഴ. പുതുച്ചേരിയുടെ ഭാഗമായ മയ്യഴി അല്ലെങ്കിൽ മാഹിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? മയ്യഴിപ്പുഴ അല്ലെങ്കിൽ മാഹിപ്പുഴ. മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന കഥാകൃത്താര്? എം മുകുന്ദൻ. മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന കഥാകൃത്താണ് എം മുകുന്ദൻ. കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി ഏത്? മയ്യഴിപ്പുഴ. കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദിയാണ് മയ്യഴിപ്പുഴ. കേരള സാംസ്കാരിക ഭൂപടത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് ഭാരതപ്പുഴ. കേരള സാംസ്കാരിക ഭൂപടത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് ഭാരതപ്പുഴ. മിനി പമ്പ പദ്ധതി ഏതു നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭാരതപ്പുഴ. മിനി പമ്പ പദ്ധതി ഏതു നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭാരതപ്പുഴ. കേരളം നദികൾ പാർട്ട് 1 മോക്ക് ടെസ്റ്റ് ആണ്.
ഒരു വൈറ്റ് പേപ്പർ എടുക്കുക, നിങ്ങൾക്ക് കിട്ടുന്ന ആൻസേഴ്സ് അതിൽ മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മോക്ക് ടെസ്റ്റിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 1. കേരളത്തിൽ എത്ര നദികളുണ്ട്? കേരളത്തിലെ ഏറ്റവും വലിയ നദി അല്ലെങ്കിൽ ഏറ്റവും നീളം കൂടിയ നദി എന്നൊക്കെ അറിയപ്പെടുന്ന നദി ഏത്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഏത്? കേരളത്തിൽ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള നാട് ഏതാണ്? കടലിൽ പതിക്കുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദി ഏതാണ്? കോട്ടയം നഗരം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? കേരളത്തിന്റെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കർണാടകയിൽ നിന്നും ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന നദി ഏതാണ്? ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? അരുവിക്കര, പേപ്പാറ ഡാമുകൾ സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? മൂന്നാറിൽ സംഗമിക്കുന്ന നദികൾ ഏതെല്ലാം? ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കേരളത്തിലെ നദികൾ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? അച്ഛൻ കോവിലാർ പമ്പാ നദിയുമായി ചേരുന്ന സ്ഥലമേത്? ആറന്മുളയിലെ കേരള വാസ്തു വിദ്യാഗുരുകുലം സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? മയ്യഴിപ്പുഴ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? പുതുച്ചേരിയുടെ ഭാഗമായ മയ്യഴി അല്ലെങ്കിൽ മാഹിയിലൂടെ ഒഴുകുന്ന നദി ഏത്? മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന കഥാകൃത്ത് ആരാണ്? കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി ഏത്? കേരള സാംസ്കാരിക ഭൂപടത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന പുഴ ഏത്? മിനി പമ്പ പദ്ധതി ഏതു നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മോക്ക് ടെസ്റ്റിന്റെ ആൻസർ കീ. കേരളത്തിൽ എത്ര നദികളുണ്ട്? 44. കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് അല്ലെങ്കിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാറ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഏത്? ഭാരതപ്പുഴ. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏത്? മഞ്ചേശ്വരം നദി. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി ഏത്? മഞ്ചേശ്വരം നദി. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏത്? നെയ്യാറ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികളുള്ള നാട് ഏത്? കാസർഗോഡ്. കടലിൽ പതിക്കുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദി ഏത്? രാമപുരം നദി. കോട്ടയം നഗരം സ്ഥിതി ചെയ്യുന്ന നദീതീരം മീനച്ചിലാർ. കേരളത്തിന്റെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി ഏത്? കുറ്റ്യാടിപ്പുഴ. കർണാടകയിൽ നിന്നും ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന നദി ഏത്? വളപട്ടണം നദി. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏത്? ചീങ്കണ്ണിപ്പുഴ. അരുവിക്കര, പേപ്പാറ ഡാമുകൾ സ്ഥിതി ചെയ്യുന്ന നദി ഏത്? കരമനയാർ, തിരുവനന്തപുരം. മൂന്നാറിൽ സംഗമിക്കുന്ന നദികൾ ഏതെല്ലാം? കുണ്ടള, നല്ലതണ്ണി, മുതിരപ്പുഴ. ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി ഏത്? മയ്യഴിപ്പുഴ. കേരളത്തിലെ നദികൾ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? പശ്ചിമഘട്ടത്തിൽ നിന്ന്. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏത്? അയിരൂർ പുഴ. അച്ഛൻ കോവിലാർ പമ്പാ നദിയുമായി ചേരുന്ന സ്ഥലമേത്? വീയപുരം. ആറന്മുളയിലെ കേരള വാസ്തു വിദ്യാഗുരുകുലം സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? പമ്പാ നദി. മയ്യഴിപ്പുഴ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? പശ്ചിമഘട്ടത്തിലെ വയനാടൻ കുന്നുകളിൽ നിന്നാണ്.
പുതുച്ചേരിയുടെ ഭാഗമായ മയ്യഴി അഥവാ മാഹിയിലൂടെ ഒഴുകുന്ന നദി ഏത്? മയ്യഴിപ്പുഴ അല്ലെങ്കിൽ മാഹിപ്പുഴ. മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന കഥാകൃത്ത് ആരാണ്? എം മുകുന്ദൻ. കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി ഏത്? മയ്യഴിപ്പുഴ. കേരളം സാംസ്കാരിക ഭൂപടത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന പുഴ ഏത്? ഭാരതപ്പുഴ. മിനി പമ്പ പദ്ധതി ഏതു നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭാരതപ്പുഴ. 25 മാർക്സിന്റെ മോക്ക് ടെസ്റ്റ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ചെക്ക് ചെയ്യുക. ഫുൾ മാർക്ക് കിട്ടുന്നവരെ ഇത് റിപ്പീറ്റ് ചെയ്യുക.